സുഹൃത്തുക്കളെ, നമ്മുടെ പഠന പരമ്പര 7ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓട്ടോ ഫിൽ ഓപ്ഷനിലുള്ള ഫിൽ സീരീസ് വിത്ത് ഫോർമാറ്റിംഗ്, വിത്തൗട്ട് ഫോർമാറ്റിംഗ് എന്നിവയൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിൽ തന്നെയുള്ള ഒരു ഓപ്ഷനായിരുന്നു ഫ്ലാഷ് ഫിൽ എന്നത്. എന്താണ് ഫ്ലാഷ് ഫിൽ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, സാധാരണ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഡാറ്റ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് CSV ഫയലായിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒരു സൗകര്യവും സിംപ്ലിസിറ്റിയും ഒക്കെയാണ് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അഥവാ കോമ സെപ്പറേറ്റഡ് വാല്യൂ, CSV എന്നാണ് നമ്മളതിനെ ഷോർട്ടായിട്ട് പറയാം. ഇങ്ങനെ കിട്ടുന്ന ഒരു ഡാറ്റ എക്സലിൽ കൊണ്ടുവന്ന് അത് കോളമായിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമായിരുന്നു പഴയ കാലത്തുള്ള എക്സലിലൊക്കെ നിലവിലിരുന്നത്. ടെക്സ്റ്റ് ടു കോളം, കൺവേർട്ട് ഡാറ്റ ടെക്സ്റ്റ് ഇൻ ടു കോളം വൈസ്. എന്നാൽ 2013 എക്സൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫ്ലാഷ് ഫിൽ എന്നാണ് പറയാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിളിനനുസരിച്ച് അതിൻ്റെ തൊട്ടടുത്ത കോളത്തിലുള്ള ഡാറ്റ നമുക്ക് എക്സൽ സ്പ്ലിറ്റ് ചെയ്ത് തരുന്ന ഒരു സൗകര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സാധാരണ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സൗകര്യങ്ങൾ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2 കാര്യങ്ങൾ നമുക്കറിയാം: ടെക്സ്റ്റ് ടു കോളവും ഫ്ലാഷ് ഫില്ലും. എക്സലിൻ്റെ അത്തരം പവർഫുൾ ടൂളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഒരു CSV ഫയലാണെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് കിട്ടിയ ഡാറ്റ ആണെന്ന് വിചാരിക്കുക. സാമ്പിളിന് വേണ്ടി 3 ഡാറ്റ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, 3 റോ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആദ്യം അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഡാറ്റയിലാണ് ഉണ്ടാവുക. ഡാറ്റ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ടു കോളം എന്നതാണ്, ഡാറ്റ ടൂൾസിലാണ് അത് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ടു കോളം ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓരോ ഡയലോഗ് ബോക്സ് വരും. ഡെലിമിറ്റഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. കോമ, ടാബ് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ കോമ സെപ്പറേറ്റഡ് വാല്യൂ CSV ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കോമ സെലക്ട് ചെയ്യുന്നു, ടാബ് ഒഴിവാക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് കൊടുക്കുക. അത് നമുക്ക് എവിടെയാണിത്, ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ മാഞ്ഞു പോകും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനത് ഇവിടെ തന്നെ നിന്നോട്ടെ. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫിനിഷ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ വരും. നമ്മൾ സാധാരണഗതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഉള്ളത്, ഇവിടെ ഡാറ്റ ഇല്ല, പക്ഷെ നമ്മളിവിടെ ഓൾറെഡി ബോർഡറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു എറർ മെസ്സേജ് വരും. നമുക്ക് അതും കൂടി നോക്കാം. ഡാറ്റ സെലക്ട് ചെയ്യണം. ഡാറ്റ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. കോമ ഇവിടെ ഓൾറെഡി ടിക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ വരും. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഫിനിഷ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എറർ മെസ്സേജ് വരും. ദർ ഈസ് ഓൾറെഡി ഡാറ്റ ഹിയർ. അതൊന്നും ഉണ്ടായിട്ടില്ല, നമ്മളിവിടെ ബോർഡറൊക്കെ കൊടുത്തു വെച്ചത് കൊണ്ട് ഇതിൽ ഡാറ്റ ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ മെസ്സേജ് വരുന്നത്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, ഓക്കെ കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഡാറ്റ കിട്ടും. ടെക്സ്റ്റ് ടു കോളത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഹൈഫൺ ആണ്. നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യുന്നു. ഇനി ഡാറ്റ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് ടു കോളം കൊടുത്ത് ഡെലിമിറ്റഡ് ക്ലിക്ക് ചെയ്തു. ഇവിടെ കോമ എന്നുള്ളത് ഒഴിവാക്കി അതർ എടുത്തു, എന്നിട്ട് ഹൈഫൺ കൊടുത്തു. ഒന്നിൽ കൂടുതൽ നമുക്ക് എടുക്കാം. ഹൈഫൺ കൊടുത്തു, നെക്സ്റ്റ് എടുത്തു. ഇനി നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ കാണിക്കണം, ഇവിടെ നമ്മൾ കൊടുത്തു. ഇവിടെ ആകുമ്പോൾ ഓവർ റൈറ്റ് ചെയ്ത് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ഇനി ഫിനിഷിങ് കൊടുക്കാം. ദർ ഈസ് ഓൾറെഡി ഹിയർ എന്നുള്ള വാർണിംഗ് മെസ്സേജ് ഉണ്ടാവും. അതുകൂടെ നമ്മൾ ബോർഡറൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചതുകൊണ്ടാണ്. അത് ഇഗ്നോർ ചെയ്ത് നമുക്ക് ഓക്കെ എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും. മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ കൃത്യമായ സ്പേസ് ഉണ്ട്, അതിന് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള വിഡ്ത്ത് ഉണ്ടെന്ന് പറയാം. അങ്ങനെ ആകുമ്പം ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കാം. നമ്മൾ പിന്നെ ഇവിടെ ജോൺ സ്മിത്ത് എന്നുള്ളത് പേരാണ്, അതേപോലെ ആയിഷ ഖാൻ, 2 പേരുകളാണുള്ളത്. നമ്മളിവിടെ ടെക്സ്റ്റ് ടു കോളം ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന ഫിക്സഡ് വിഡ്ത്ത് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പേര് നമുക്ക് ഒറ്റ കോളത്തിലേക്ക് വരണം. ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു, ഡെസ്റ്റിനേഷൻ സെൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇനി ഫിനിഷ് കൊടുക്കുന്നു. അതോടുകൂടി നമ്മൾ ഇഗ്നോർ ചെയ്യാണ് മെസ്സേജ്. നമുക്ക് ഇത് ഒന്നിൽ തന്നെ വരികയും ചെയ്തു, ഡാറ്റ സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. ഇത് സ്പ്ലിറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കോളം കൂടി ഇട്ടിട്ട് ഇവിടുത്തെ ആ സ്പ്ലിറ്റ് ലൈന് അങ്ങനെ തന്നെ കീപ്പ് ചെയ്താൽ മതി. ടു കോളത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം നമുക്ക് പരിശോധിക്കാം. ചില സോഫ്റ്റ്വെയറിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്ന ഡാറ്റയിൽ ഡേറ്റ് ഒരു ടെക്സ്റ്റ് പോലെ ആയിരിക്കും കാണിക്കുക. ജനറൽ ഫോർമാറ്റിലാണ് കാണിക്കുന്നുണ്ടാവുക. ഇത് ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റണം. നമ്മൾ എങ്ങനെ മാറ്റിയാലും ഇത് സാധാരണഗതിയിൽ ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ മാറ്റാൻ നോക്കാം. നമ്മളിത് ഡാറ്റ അതുപോലെ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ ടാബിൽ പോയി ടെക്സ്റ്റ് ടു കോളം എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഡെലിമിറ്റഡോ ഫിക്സഡ് വിഡ്ത്തോ ഒന്നും ഏതെടുത്താലും പ്രശ്നമില്ല. നെക്സ്റ്റ് കൊടുക്കുന്നു, നമ്മൾ ടാബ് ഒഴിവാക്കാം. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു, നമ്മൾ ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുക്കുന്നു, ഇവിടെയാണ് നമുക്ക് വേണ്ടത്. ഇനി വീണ്ടും നമ്മൾ ഫിനിഷ് എന്ന് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. നമുക്കറിയാം
ഇത് റൈറ്റ് അലൈൻഡ് ഡേറ്റ് നമുക്ക് റൈറ്റ് അലൈൻഡ് ആയിട്ടാണ് കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഡേറ്റ് ഫംഗ്ഷനിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഹോമിൽ ഇവിടെ ഡേറ്റ് എന്നായിട്ട് മാറിയിട്ടുണ്ട്, ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ആയി എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് ഇതൊന്ന് സോർട്ട് ചെയ്ത് നോക്കിയാൽ, സോർട്ടിങ് നമ്മൾ പിന്നീട് വിശദമായിട്ട് എടുക്കും. ഡാറ്റയിൽ സോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സോർട്ട് ആവുന്നില്ല, ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സോർട്ടിങ് നടക്കുന്നത്. ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യുമ്പം നമുക്ക് കൃത്യമായിട്ട് സോർട്ടിങ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ശരിക്കും നമുക്ക് കിട്ടും. 2009 ആദ്യം വന്നിട്ടുണ്ട്, 2015 അവസാനം വന്നിട്ടുണ്ട്, ഒക്കെ സോർട്ടിങ് ഓർഡറിലാണ്. അത് അസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ് ആണെങ്കിൽ നേരെ തിരിച്ചും നമുക്കത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഡേറ്റ് ബാർ ആയിട്ടുള്ള, ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഇത്ര ഡേറ്റ് വരെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ക്വാളിഫിക്കേഷൻസോ മറ്റോ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഏജ് ലിമിറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പരീക്ഷ എഴുതാനൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ ഏതെങ്കിലും കുട്ടി ഇങ്ങനെ ഡേറ്റ് ലിമിറ്റിൻ്റെ അപ്പുറത്താണോ പോകുന്നതെന്ന് അറിയണമെങ്കിൽ ആ ഡാറ്റ സോർട്ട് ചെയ്ത് നോക്കി ഡേറ്റ് അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ഇങ്ങനെ ടെക്സ്റ്റ് ടു കോളത്തിലൂടെ നമുക്കൊരു ടെക്സ്റ്റിനെ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ശക്തമായ ഒരു ടൂളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫ്ലാഷ് ഫിൽ എന്നാണ് പറയുക. നമുക്ക് ഇതുവരെ നമ്മൾ ടെക്സ്റ്റ് ടു കോളത്തിൽ ഡെലിമീറ്റേഴ്സ്, കോമ അല്ലെങ്കിൽ ടാബോ സ്പേസോ ഒക്കെ ഉള്ളതായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. എന്നാൽ നമുക്ക് കിട്ടിയ ഡാറ്റയുടെ പാറ്റേൺ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പാറ്റേൺ അനുസരിച്ച് നിമിഷങ്ങൾക്കകം നമുക്ക് അത് ടെക്സ്റ്റിനെ കോളം വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരുന്ന ഫ്ലാഷ് ഫിൽ എന്ന ഓപ്ഷൻ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കിവിടെ ഇത്രയും ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ ഏകദേശം 8000-ലധികം ലൈൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നാവിഗേഷൻ കൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ ഇതിൻ്റെ ലാസ്റ്റ് റോയിലേക്ക് ഒന്ന് പോകാൻ ഏറ്റവും എളുപ്പം നമ്മൾ എൻഡ് കീ അമർത്തി ഡൗൺ ആരോ അമർത്തി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 8048-ാമത്തെ റോലാണുള്ളത്. തിരിച്ചു പോകാൻ അതേപോലെ എൻഡ് കീ അമർത്തി അപ്പ് ആരോ അമർത്താം. അതേപോലെ നമ്മൾ ടാബ് അടിച്ച് പോകുന്നതൊക്കെ നമ്മൾ രണ്ടാമത്തെ ഡാറ്റ എൻട്രിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഹോം കീ അമർത്തിയാൽ നമ്മൾ ആ ലൈനിലുള്ള എ എന്നുള്ള കോളത്തിലെത്തും. നമ്മൾ എവിടെ നിന്നും കൺട്രോൾ ഹോം അടിച്ചു കഴിഞ്ഞാൽ A1 എന്നുള്ള കോളത്തിലെത്തും. പിന്നെ അതേപോലെ തന്നെ ഏത് കോളത്തിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ നമ്മളിവിടെ നെയിം ബോക്സിൽ ആ സെൽ അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് 8000-ലേക്ക് എത്തുന്ന പരിപാടി ഇന്ന് മുതൽ അവസാനിപ്പിക്കാം. ഈ കീകളൊക്കെ ഒന്ന് അതിൻ്റെ ഇത്രയും വലിയ ഡാറ്റ വെച്ചൊന്ന് പരിചയപ്പെടുത്തിയതാണ്. നമ്മൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. Ctrl+C അടിച്ച് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഏത് രീതിയിലാണ് ഡാറ്റ നമുക്ക് ആവശ്യം എന്നുള്ളത് എക്സലിനൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി എക്സൽ ആയിക്കോളും. നമുക്കിപ്പോൾ അതാ ഇൻവെൻട്രി നമ്പർ, സെയിൽസ്മാൻ പേര് കൊടുത്തു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുന്നു, വീന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ പ്രൈസ് ഉണ്ട് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ നമ്പർ ഫോർമാറ്റ് ചെയ്യാത്തത് കൊണ്ട് 114 എന്നാണ് കാണിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ചില വാല്യൂവിലൊക്കെ തന്നെ 13.50 എന്നുള്ളത് കൊണ്ട് അത് ട്രങ്കേറ്റ് ചെയ്ത് പോവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 00 കൊടുക്കണം. നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് 00 ഒരിക്കലും നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ആദ്യത്തേൽ കൊടുത്തിടണം. നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്പർ ഫോർമാറ്റിൽ പോയി ഇവിടെ കാണുന്ന ഇൻക്രീസ് ഡെസിബൽ എന്നുള്ള ഭാഗത്ത് പോയിട്ട് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 2 0 ആഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമാറ്റിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത സെല്ലിൽ ഇതുപോലെയാണ് ഇവിടെ നിന്ന് ഡാറ്റ പിക്ക് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ എക്സലിനോട് പറയുന്നത്. നമുക്ക് ഡാറ്റയിൽ പോയി ടെക്സ്റ്റ് ടു കോളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാം ഫ്ലാഷ് ഫിൽ. അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ താഴെ വരെ പോയിട്ടുണ്ടാവും. നമുക്ക് എൻഡ് അടിച്ചൊന്ന് പോയി നോക്കാം. എൻഡ് ഡൗൺ ആരോ കീ ഏറ്റവും താഴെ വരെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞു. ഇത്രയും വരെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും മുകളിലത്തെ റോയിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ ഇതിനൊരു ഷോർട്ട് കട്ട് കൂടി ഞാൻ പറയാണ്. ഫ്ലാഷ് ഫിൽ എന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് ഫില്ല് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫിൽ സീരീസിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ് ഫ്ലാഷ് ഫില്ല്. അപ്പോൾ നമ്മളിവിടെ വെച്ച് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് എന്ന് പറഞ്ഞ കീ അമർത്തുക. ആൽഫബറ്റിലെ അമർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വരും. ഇനി വീണ്ടും ഇവിടെ കൺട്രീൻ്റെ നേരെ വെച്ച് Ctrl പ്രസ് ചെയ്യുക. ഇവിടെയും Ctrl പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ 13.50 എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 114 മാത്രമാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഇതെല്ലാം റിസൾട്ട് ഉണ്ടാവുക. നമുക്കൊന്ന് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. അപ്പോൾ തെറ്റായ റിസൾട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ 14 കൊടുത്തിട്ടാണ് Ctrl അമർത്തുന്നതെങ്കിൽ ഇവിടെ പ്രൈസിലുള്ള 0.50 എന്നുള്ള ഭാഗങ്ങൾ മുഴുവനും ട്രങ്കേറ്റ് ചെയ്ത് പോകും. കാരണം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഡെസിമലിൻ്റെ ശേഷമുള്ള കാര്യങ്ങളില്ല എന്നുള്ളത്.
ഇനി നമ്മൾ ഇത് മൊത്തം എന്ത് ചെയ്യേണ്ടി വരും, നമ്പർ ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോഴും നമുക്ക് 00 എന്ന് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഡെസിമൽ ആഡ് ചെയ്തതിന്റെ ശേഷം മാത്രമേ കൺട്രോൾ പ്രസ് ചെയ്യാവൂ. അപ്പോഴേ നമുക്ക് ഇവിടെയുള്ള ഡെസിമലിന് ശേഷം വരുന്ന ഇവിടെയൊക്കെ 0.50 ഇവിടെ 0.20 അതൊക്കെ കൃത്യമായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എറർ വരികയും വലിയൊരു ഡാറ്റ ആവുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യും. ഫ്ലാഷ് ഫില്ലിന്റെ അടുത്ത ഉപയോഗം കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫ്ലാഷ് ഫില്ലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ എക്സലിന് കാണിച്ചു കൊടുക്കുന്നു, അതുപോലെ നമുക്കതിന്റെ ഔട്ട്പുട്ട് എക്സൽ തരുന്നു എന്നുള്ളതാണ്. സപ്പോസ് നമുക്ക് ഇപ്പോൾ ജോൺ സ്മിത്ത് എന്നുള്ള പേര് മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എന്നാണെങ്കിൽ നമ്മൾ ജോൺ സ്മിത്ത് എന്ന് നമ്മൾ ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് താഴെ അതിന്റെ എക്സാമ്പിൾ താഴെയുള്ള സെല്ലിൽ പോയിട്ട് നമ്മൾ കൺട്രോൾ അമർത്തുന്നതോടുകൂടി നമുക്ക് ഈ ഡാറ്റ മുഴുവനും അതെന്താക്കി തന്നു, ക്യാപിറ്റലാക്കി തന്നു. തൊട്ടടുത്ത് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ വേണമെന്ന് വിചാരിക്കുക, അത് പ്രോപ്പർ ആയിട്ട് വേണം, അതായത് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിട്ട് വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, ജോൺ സ്മിത്ത്. ഇനി പേര് കറക്റ്റ് സ്പെല്ലിംഗിൽ ടൈപ്പ് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ പ്രസ് ചെയ്യുന്നു. അതോടുകൂടി ഈ ഡാറ്റ മുഴുവൻ എന്ത് ചെയ്തു, ഈ രീതിയിൽ തന്നു. ഇനി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ എല്ലാവർക്കും ഇമെയിൽ കൊടുക്കണമെങ്കിൽ എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ഒരു പ്രത്യേക ഫോർമാറ്റിൽ അവരുടെ ഡാറ്റ, പേര്, കാര്യങ്ങളൊക്കെ വെച്ച് ഇമെയിൽ നമ്മൾ ഉണ്ടാക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തുണ്ടാക്കണമല്ലോ. ഫോർ എക്സാമ്പിൾ ജോൺ നമ്മൾ ജോൺ സ്മിത്ത്, ജോൺ @click and analyze. ഇതാണ് നമ്മൾ ഓർഗനൈസേഷനിലുള്ള ആൾക്ക് ഇമെയിൽ ID കൊടുക്കാൻ പോകുന്നത്. ഇത് എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടാണ് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. നമ്മൾ സാധാരണ കൺകാറ്റിനേറ്റ് ഒക്കെയാണ് ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ ഈ ഫ്ലാഷ് ഫിൽ വന്നതോടുകൂടി ആ ടൂൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇവിടെ നമ്മൾ അന്ന് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യണം. ജോൺ എന്നായി പോയി, അത് ജോൺ തന്നെ ആക്കാം. സ്പെല്ലിംഗ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അതേ പാറ്റേൺ നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ കൺട്രോൾ അമർത്തുന്നതോടുകൂടി നമുക്ക് ഈ പാറ്റേണിൽ, അപ്പോൾ ഇവിടെ ഇല്ലാത്ത വാല്യൂ പോലും നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേക പാറ്റേൺ നമുക്ക് കിട്ടും. ഇതാണ് പവർഫുൾ ആണ് എക്സൽ ടൂൾ എന്ന് പറയാൻ കാരണം. പക്ഷേ ഇത് 2013 ഇത് എക്സൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 13ന്റെ മുമ്പ് ഉള്ള പിന്നെ വേർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ടൂൾ അതിൽ അവൈലബിൾ ആവില്ല. അപ്പോൾ നമുക്ക് വേർഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, നമ്മൾ വേർഷൻ ഏതാണെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഫയൽ മെനുവിൽ പോയിട്ട് അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വരും ഓഫീസ് ആണ്. അവിടെ മൈക്രോസോഫ്റ്റ് 2021 ആണ് ഇതിന്റെ വേർഷൻ. അതേപോലെ നിങ്ങൾക്കൊക്കെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഫ്ലാഷ് ഫില്ല് വർക്ക് ചെയ്യുള്ളൂ. അതിന്റെ മുമ്പുള്ളതിലൊക്കെ നമ്മൾ ടെക്സ്റ്റ് ടു കോളം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരുപാട് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പിന്നെ ക്യാപിറ്റൽ ആക്കാനൊക്കെ ഉള്ള ഫംഗ്ഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് റെഫറൻസ് എറർ വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഫ്ലാഷ് ഫിൽ ഉണ്ടെങ്കിൽ ആ ഫ്ലാഷ് ഫില്ല് നമ്മൾ ഉപയോഗിച്ചാൽ മതി. 2013 മുമ്പ് ഉള്ള ആളുകൾ നമ്മൾ ടെക്സ്റ്റ് ടു കോളം അതേപോലെ അപ്പറും പ്രോപ്പറും ആക്കാനുള്ള ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഈ ഫ്ലാഷ് ഫില്ലിന്റെ പവർഫുൾനെസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും പുതിയ കാര്യങ്ങളുമായി, എക്സലിലെ പുതിയ കാര്യങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.